കബനി നദി വറ്റി വരണ്ടതോടെ വയനാട്ടിലെ കുടിയേറ്റ മേഖല വരൾച്ചാ ഭീഷണിയിലാണ്. വരൾച്ചയെ തുടർന്ന് മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ 235.8 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. വയനാടിനെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വറ്റിവരണ്ട് കിടക്കുകയാണ് കബനി. നദിയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ അടിത്തട്ടിലെ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞു കാണുന്ന അവസ്ഥ. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലേക്ക് കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായി ജലമെത്തിക്കുന്നത് കബനി നദിയിൽ നിന്നാണ്. പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ പമ്പിംഗ് ഏതു നിമിഷവും നിലയ്ക്കും. 2 പഞ്ചായത്തുകളിലേക്കുമായി പ്രതിദിനം 55 ലക്ഷം ലിറ്റർ വെള്ളമാണ് കബനിയിൽ നിന്നും എടുക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ കബനി ഇത്രയും വറ്റിക്കണ്ടിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത്രയേറെ വരൾച്ച ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിനൊരു പരിഹാര മാർഗമെന്ന് പറയുന്നത് കാവേരി നദിയുടെ ട്രൈബ്യൂണലിൻ്റെ വിധിപ്രകാരം കേരളത്തിന് അനുവദിക്കപ്പെട്ട വയനാട്ടിൽ ശേഖരിക്കാൻ കഴിയുന്ന 21 TMC വെള്ളം ശേഖരിക്കുന്നതിനുള്ള നടപടികളും അതുമായിട്ടുള്ള പ്രവൃത്തികളും മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കടുത്ത വരൾച്ചയെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ. 21 TMC കാവേരി നദിയുടെ ട്രൈബ്യൂണൽ വിധിപ്രകാരം കേരളത്തിന് ലഭിച്ചുവെങ്കിലും നാളിതുവരെയായി വയനാട്ടിൽ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ട് 6 TMCയിൽ താഴെ മാത്രം വെള്ളമാണ്. കബനിയുടെ കൈവഴികളായ മുദ്ദള്ളിത്തോടും കടമാൻ തോടും കന്നാരം പുഴയുമെല്ലാം നേരത്തെ തന്നെ വറ്റിയിരുന്നു. കബനി കൂടി വറ്റിയതോടെ കുടിയേറ്റ മേഖല കൊടിയ വരൾച്ചയുടെ പിടിയിലേക്ക് അമരുകയാണ്. വരൾച്ച കാർഷിക മേഖലയും സാരമായി ബാധിച്ചു തുടങ്ങി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ മാത്രം 235.8 ഹെക്ടർ സ്ഥലത്തെ കാർഷിക വിളകൾ നശിച്ചു. ഭൂരിഭാഗം കാർഷിക വിളകളും കരിഞ്ഞുണങ്ങി. മഴ പെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവയും നശിച്ചു പോകും. ബാണാസുര സാഗർ, കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് റിസർവോയറുകളിൽ നിന്നോ വെള്ളമെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, വയനാട്.